പക്ഷേ PV അൻവറിനെ പറ്റി കുറച്ച് കാലം ഒന്നും കേട്ടിരുന്നില്ല നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം. പക്ഷേ ഇപ്പോൾ PV അൻവർ വീണ്ടും വാർത്തയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു, ED റെയ്ഡ് നടക്കുന്നു. പാർട്ടിയിൽ നിന്ന് കുറേ ആളുകൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്ന് പറയപ്പെടുന്ന തൃണമൂലിൽ നിന്ന് കുറേ ആളുകൾ രാജിവെച്ചു പോകുന്നു. കൽക്കട്ടയിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തെഴുതുന്നു. ചിഹ്നവും അംഗീകാരവും ഒന്നും കൊടുക്കേണ്ടതില്ല ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ PV അൻവറിനെ തൃണമൂൽ മമതാ ബാനർജി തള്ളിക്കളഞ്ഞു എന്ന് തോന്നുന്നു. മുമ്പ് VD സതീശൻ മഹാനാണ് എന്ന് പതിവില്ലാതെ അൻവർ പറയുന്നു. PV അൻവറിന് വേണ്ടി UDF വാദിച്ചുകൊണ്ടിരുന്നത് മുസ്ലിം ലീഗാണ് മുമ്പ്. ഇപ്പോൾ മുസ്ലിം ലീഗ് അങ്ങനെ വാദിക്കുന്നില്ല. അപ്പോൾ അതിന് പ്രതികാരമായിട്ട് മുസ്ലിം ലീഗിനെതിരെ കുറേ ബോംബുകൾ പുറത്തുവിടും എന്ന് അദ്ദേഹം പറയുന്നു. ഇത്തരം ബോംബുകളൊക്കെ അൻവറിൻ്റെ കയ്യിലുണ്ടോ? അൻവറിൻ്റെ കയ്യിൽ പൊട്ടിക്കാനുള്ള ഒരു മരുന്നും ബാക്കിയില്ല എന്നാണ് അർത്ഥം. എനിക്ക് തോന്നുന്നു അദ്ദേഹം സമ്പൂർണ്ണമായി പൊട്ടിക്കഴിഞ്ഞു. എല്ലാ അർത്ഥത്തിലും പൊട്ടി. സാമ്പത്തികമായും രാഷ്ട്രീയമായും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സൂത്രങ്ങളും എല്ലാം ഒഴിഞ്ഞിരിക്കുന്നു. ആ ആപനാഴി ഒഴിഞ്ഞ കുറ്റിയായിട്ട് അൻവർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ ചിത്രം. അൻവർ വന്നത് എങ്ങനെയാണ് സാർ? അൻവർ അറിയാലോ, അൻവർ CPMൻ്റെ സീറ്റ് പേയ്മെൻറ്റ് സീറ്റ് എന്ന് തന്നെ അന്ന് തന്നെ ആരോപണം ഉണ്ടായതാണ്. എന്തായാലും CPMന് ഒറ്റയ്ക്ക് ജയിക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അദ്ദേഹം വലിയ പണം ചെലവിട്ടാണ് ജയിപ്പിച്ചെടുത്തത്. സീറ്റ് വാങ്ങിയതും ജയിച്ചതും ഒക്കെ. എന്തായിരുന്നു അദ്ദേഹം രാജിവെക്കാനുള്ള കാരണം? അദ്ദേഹം രാജിവെച്ചതുകൊണ്ടാണല്ലോ അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്. രാജിവെക്കാനുള്ള കാരണം എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞത് പിണറായിസമാണ് കേരളത്തിന്റെ ശാപം എന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. ആ പിണറായിസത്തിന്റെ പ്രോഡക്റ്റാണ് അദ്ദേഹം. തീർച്ചയായിട്ടും. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് പിണറായിയുടെ പല അവതാരങ്ങളിൽ ഒരു അവതാരമാണ് അൻവർ. യഥാർത്ഥത്തിൽ കറക്റ്റാണത്. അപ്പോ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം ഇപ്പൊ എന്താ? പിണറായിസം ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അൻവർ ഏതാണ്ട് വിശ്രമത്തിന് പോയി നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പുതിയ വാർത്തകളായി തിരിച്ചു വരികയാണ്. ഇതിനകത്ത് നമ്മൾ കാണുന്നൊരു കാര്യം എന്താ? പിണറായിസം എവിടെ പോയി? ഇദ്ദേഹം പറഞ്ഞ പിണറായിസത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം P ശശിയാണ്. പൂർവാധിക ശക്തിയായി P ശശി അവിടെയുണ്ട്. രണ്ടാമത്തെ പിണറായിസത്തിൻ്റെ അടയാളം ഇദ്ദേഹം പറഞ്ഞത് MR അജിത് കുമാറാണ്. അഴിമതിക്കാരനാണ്, RSS ബന്ധമുണ്ട് എന്ന കാരണത്തിനാണ്. MR അജിത് കുമാർ ഏറ്റവും ഒടുവിൽ ശക്തനാകുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ വന്ന എല്ലാ ആരോപണങ്ങളും ഇപ്പോൾ വിജിലൻസ് ക്ലീൻ ചിറ്റ് കൊടുത്തു. അതിനെതിരായി വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ വിജിലൻസ് കോടതി കേസെടുക്കണമെന്ന് പറഞ്ഞു. വിജിലൻസ് കോടതി കേസെടുത്ത് അന്വേഷണം തുടരാൻ പറഞ്ഞപ്പോൾ ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. മാത്രമല്ല അജിത് കുമാറിൻ്റെത് ഭാഗികമായ വിജയമാണ്. എന്താന്ന് വെച്ചാൽ ഒരു കേസ് അങ്ങനെ തുടരാൻ പ്രോസിക്യൂഷൻ അനുമതി വാങ്ങാതെ വിജിലൻസ് ഈ കേസ് തുടരാൻ പറഞ്ഞു എന്നുള്ള സാങ്കേതികമാണ്. തിരിച്ചു വരുമായിരിക്കാം, കേസ് വരുമായിരിക്കാം. പക്ഷേ മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ അജിത് കുമാറിനെതിരെ ഇപ്പോൾ തൃശ്ശൂർ പൂരം കലക്കിയത് ഉൾപ്പെടെയുള്ള കേസുകൾ അദ്ദേഹം വളരെ കൂളായിട്ട് പുറത്തിറങ്ങി. അദ്ദേഹത്തിന് യാതൊരു ആരോപണങ്ങളും ഇല്ല. മാത്രമല്ല ഈ കേസിൽ പിണറായി വിജയന്റെ പേര് അനാവശ്യമായി പരാമർശിച്ചിരിക്കുന്നു, നീക്കം ചെയ്യണമെന്നും കോടതി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ പിണറായിസം എന്ന് ഇയാൾ ഘോഷിച്ച് നടന്നൊരു സാധനത്തിന് യാതൊരു വിലയുമില്ല എന്ന് വന്നു. ഇദ്ദേഹം കൊടുത്ത പരാതിയിലാണ് MR അജിത് കുമാറിനെ ഇപ്പോൾ ഹൈക്കോടതി റിലീസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അൻവർ പരാജയപ്പെടുന്നു. 2, പിണറായിസം നിലനിൽക്കുന്നു. പിണറായിസം ഇതാ 3ാം ടേമിലേക്ക് വരാൻ പോകുന്നു എന്നാണ് അവരുടെ അവകാശവാദം. ആ അവകാശവാദത്തിന് ഇനി എന്തായാലും അൻവറിൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും ചെറുക്കാനുള്ള ശേഷിയില്ല. കാരണം ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അൻവർ കളിച്ച കളികൾ ഓരോന്നെടുത്ത് നോക്കൂ. അൻവർ ആദ്യം കളിച്ച കളി എന്താ? പിണറായിസം എന്ന് പറഞ്ഞാൽ വലിയ കോലാഹലം ഉണ്ടാക്കി രാജിവെച്ച് പോന്നു. എന്തായിരുന്നു കാരണം? അദ്ദേഹം കോഴിക്കോട് വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തിൽ ഇദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാധീനം എവിടെയോ നഷ്ടപ്പെട്ടു. P ശശി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഇദ്ദേഹം നേരിട്ട് ഡീൽ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് മലപ്പുറത്തിൻ്റെ സുൽത്താനായിട്ട് ഇങ്ങനെ കാലിക്കറ്റ് എയർപോർട്ട് മലപ്പുറം SP ഒക്കെ ഭീഷണിപ്പെടുത്തിയും ദുരുപയോഗം ചെയ്തും വീതം വെച്ചും ഒക്കെ കളിച്ചിരുന്ന കോഴിക്കോട് എയർപോർട്ടിലെ കള്ളക്കടത്തുകാരുടെ മേലുള്ള യാതൊരു സ്വാധീനവും അൻവറിന് ഇല്ലാതായി. ഇതാണല്ലോ അതിൻ്റെ ബേസ്. പിന്നെ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ കളി എന്താ? അൻവറിൻ്റെ സ്വപ്നങ്ങളിലൊന്ന് അവശേഷിക്കുന്നത് ഇപ്പോഴും PV അൻവറിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചു കയറണം. ഇത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ കാലം തൊട്ടേ നടക്കുന്ന ശ്രമമാണ്. അൻവറിന്റെ ഇടയ്ക്കിടയ്ക്ക് ബാപ്പ ജവഹർലാൽ നെഹ്റുവിന്റെ സുഹൃത്തായിരുന്നു. നെഹ്റു വീട്ടിൽ വന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട്. കാരണം അന്ന് ബിരിയാണി വെച്ച് കൊടുക്കാനുള്ള അവർക്ക് നിവൃത്തിയുണ്ട്. അവിടുത്തെ ഫ്യൂഡൽ നേതാക്കന്മാരിൽ ഒരാളായ തർക്കമൊന്നുമില്ല. പിന്നെ അദ്ദേഹം കോൺഗ്രസ് തന്നെ വിട്ടുപോയില്ലേ?
അദ്ദേഹം കോൺഗ്രസിലെ ഗ്രൂപ്പിസം കളിച്ച് കോൺഗ്രസ് തന്നെ വിട്ടുപോയ ഒരാൾ. ആ പഴയ പ്രതാപമൊന്നും അദ്ദേഹത്തിന് അവസാന കാലത്ത് ഉണ്ടായിരുന്നില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ സംഭവിക്കുന്നത്, അൻവർ രംഗത്ത് വന്നതോടെ, അൻവറിന് ബന്ധുക്കളുമാണ് കേട്ടോ, അൻവറിനെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ആര്യാടൻ, സീനിയർ ആര്യാടൻ. അടുപ്പിച്ചില്ല. കോൺഗ്രസ് ഏത് പാർട്ടിയിൽ വേണമെങ്കിൽ ചേർന്നോട്ടെ, കോൺഗ്രസ് ചേരണ്ടാൻ തീരുമാനിച്ചു. ആര്യാടൻ തീരുമാനിച്ചതുകൊണ്ടാണ് അൻവറിന് കോൺഗ്രസ് ചേരാൻ പറ്റാതിരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം പിന്നീട് പല കളിയും കളിച്ചത്. CPM ചേർന്നു, CPM നിന്ന് രാജിവെച്ചു. MLA സ്ഥാനം രാജിവെച്ചിട്ട് അദ്ദേഹം കളിച്ച കളി എന്താ? നിലമ്പൂരിൽ ഇനി ആരാണ് സ്ഥാനാർത്ഥി? അത് അൻവർ പ്രഖ്യാപിച്ചു ആദ്യം. എന്തിന്? VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ കൂടുതൽ വോട്ട് കിട്ടും, ജയസാധ്യതയുണ്ട്, വേറൊരാളായാൽ ജയസാധ്യതയില്ല എന്ന് പറഞ്ഞാൽ എന്താ? ആര്യാടൻ ഷൗക്കത്ത് വരാൻ പാടില്ല. വന്നാൽ ജയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ? വന്നാൽ ഞാൻ ജയിപ്പിക്കുകയില്ല, അല്ലെങ്കിൽ ഞാൻ തോൽപ്പിക്കും എന്നുള്ള അതിൻ്റെ അർത്ഥം. എന്തിനായിരുന്നു ഈ രണ്ട് സ്ഥാനാർത്ഥിയെ? VS ജോയിയെ കോൺഗ്രസ് പോലും അറിയാതെ, VS DCC പ്രസിഡന്റാണ്, പക്ഷെ നിലമ്പൂരിലേക്ക് VS ജോയിയെ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ VS ജോയിയെ പൂതി വെപ്പിച്ചു കൊണ്ടുവന്ന് എന്തിനാ? അതെന്താന്ന് വെച്ചാൽ ആര്യാടൻ ഷൗക്കത്ത് പാടില്ല. ആര്യാടൻ ഷൗക്കത്ത് പാടില്ല. രണ്ടാമത്തെ വികാരമുണ്ട്, വളരെ കുറുക്കൻ തന്ത്രം ഉണ്ടായിരുന്നു അതിൽ. ആര്യാടൻ ഷൗക്കത്തിനെ പോലെ സമാന്തരമായിട്ട് VS ജോയിയുടെ പേര് കൂടി വന്നാൽ, ഇപ്പൊ പിണറായി സത്തിനെതിരായി പൊരുതാൻ പഴയ MLA തന്നെ റെഡിയാണല്ലോ. എന്തുകൊണ്ട് അൻവറിനെ നമുക്ക് UDF സ്ഥാനാർത്ഥിയാക്കിക്കൂടാ? ആ ചോദ്യം മാത്രം ഉയർന്നു വന്നില്ല, ആരും ചോദിച്ചില്ല. അതിൽ കൃത്യമായ നിലപാടെടുത്ത്. അപ്പോൾ പിന്നെ അൻവർ ഏകപക്ഷീയമായി അൻവർ ഇന്ത്യയിലെ പല പാർട്ടികളും ചേരാൻ നോക്കുന്നു. ഓർമ്മയില്ലേ? DMKയിൽ ചേരാൻ നോക്കുന്നു, ഈ സമാജ്വാദി പാർട്ടിയിൽ ചേരാൻ UPയിൽ പോയി, കൽക്കത്തയിൽ പോയിട്ട് ഒടുവിൽ ഈ പവർ ബ്രോക്കേഴ്സ് ഉണ്ടല്ലോ, അത് കൽക്കത്തയിൽ വളരെ സജീവമാണത്രേ. ഇന്ന് വരെ അൻവർ മമതാ ബാനർജിയെ നേരിട്ട് കണ്ടതിൻ്റെ ഒരു ചിത്രം പോലും ഇല്ല. അവർ പെർമിഷൻ കൊടുത്തിട്ടില്ല, അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടില്ല. അതേ സമയത്ത് അവിടുത്തെ ഈ ഭരണകൂടത്തിൻ്റെ ഉപശാലകളിൽ നിന്ന് നടത്തിയ ചില ഓപ്പറേഷൻ, പണം കൊടുത്തൊക്കെ പണക്കാർ മുഖേന നടത്തിയ ചില ഓപ്പറേഷനിൽ ഇദ്ദേഹത്തിന് കത്ത് കിട്ടുന്നു. ഈ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ ഇപ്പോൾ വളരെ നിർജീവമാണ്, അതുകൊണ്ട് അതിൻ്റെ കൺവീനറായി ചുമതലയിൽ അത് വെച്ചിട്ടാണ് പിന്നെ കളിച്ചത് തൃണമൂൽ കോൺഗ്രസ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ നീക്കം എന്തായി? ഇദ്ദേഹത്തിന് UDFൽ ഘടകകക്ഷിയായി ചേരണം. കോൺഗ്രസിൽ നേരിട്ട് ചെല്ലാൻ സാധ്യമല്ല എന്ന് മനസ്സിലായപ്പോൾ ഘടകകക്ഷിയായി ചേരാൻ വേണ്ടി നടത്തിയ നീക്കങ്ങളാണ്. ഇപ്പോൾ അതിനിടയിൽ എന്തുണ്ടായി? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി സ്വയമാകാൻ ശ്രമിച്ചു, നടന്നില്ല. എന്നാൽ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട് തന്നെ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കേണ്ടാൻ തീരുമാനിച്ചു. ആര്യാടൻ ഷൗക്കത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ പ്രഖ്യാപിച്ച ഉടനെ അതിനെതിരായിട്ട് അവൻ രംഗത്ത് വന്നു. ഓർമ്മയില്ലേ? ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയ സ്ഥിതിക്ക് നടക്കൂല എന്ന് പറഞ്ഞു. അതോടുകൂടി എന്തായി? UDFൽ ചേരാനുള്ള സാധ്യത മങ്ങി. VD സതീശൻ ധീരമായ നിലപാടെടുത്തു. VD സതീശൻ പറഞ്ഞു, കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു, ആ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തിറങ്ങാത്ത കാലത്തോളം അൻവറിനെ UDFൽ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ ലീഗിനെ സ്വാധീനിക്കാൻ പോയി. നിങ്ങൾ ശുപാർശ ചെയ്യണം. പാണക്കാട് തങ്ങളെ പോയി കണ്ടുപോയി ആലോചിച്ച് നോക്കൂ. PV ഷൗക്കത്ത് അലി സാഹിബ് തൊട്ട് PV അൻവർ വരെയുള്ളവർക്ക് കൺകണ്ട ശത്രുക്കളായിരുന്നു ഈ ലീഗിനോടായിരുന്നല്ലോ പോരാട്ടം. പഴയ കോൺഗ്രസ്, ദേശീയ മുസ്ലിങ്ങൾ ഓർമ്മയില്ലേ? ആര്യാടൻ വരെയുള്ളവർക്ക്. അപ്പോൾ അവിടെ പോയി പാണക്കാട് തങ്ങളെ സ്വാധീനിക്കാനൊക്കെ ശ്രമിച്ചു. കുഞ്ഞാലിക്കുട്ടിയെ പോയി കണ്ടു. VD സതീശനാണ് കുഴപ്പക്കാരൻ, ലീഗ് എൻ്റെ കൂടെയാണെന്നൊക്കെ പറഞ്ഞ് വാദിച്ചു നോക്കി. ഇതൊക്കെയാണ് അൻവറിൻ്റെ ഒരു ചിത്രം. പക്ഷേ വളരെ സമർത്ഥമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് 20,000 വോട്ട് പിടിച്ചു എന്നുള്ള കഷ്ടപ്പെട്ട്, കാരണം ജീവൻ മരണ പോരാട്ടമായിരുന്നു അൻവറിന്. ഡു ഓർ ഡൈ ആയിരുന്നു. 20,000 വോട്ട് എങ്ങനെയൊക്കെ സംഘടിപ്പിച്ചെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അങ്ങനെ സംഘടിപ്പിച്ചത് നന്നായി, കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ജയിച്ചല്ലോ, നന്നായി ജയിച്ചു. ആ വോട്ട് പിടിച്ചില്ലെങ്കിലാ പ്രശ്നം. അത് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് ഇതൊക്കെയാണെങ്കിൽ ഇല്ലാത്തൊരു സാധനം ബുദ്ധിയാണ്. സമർത്ഥമായിട്ട് ഇതൊക്കെ നേടാമായിരുന്നു. അതിന് പകരം ഈ മാതിരിയുള്ള വൈകാരികമായ കളികളും വിക്ഷോഭങ്ങളും കളിച്ചതുകൊണ്ടാണ്, ബുദ്ധിമോശം കാണിച്ചുകൊണ്ടാണ്. അത്രയും വോട്ട് PV അൻവർ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുമായിരുന്നു. അത് അല്ലെങ്കിൽ എന്തായാലും അദ്ദേഹം തോൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാജിന് കൂടെ കിട്ടുമായിരുന്നു ആ ഗുണം. അപ്പോൾ അതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ ഒടുവിലത്തെ ചിത്രം എന്താ? ഇപ്പം ചിത്രം മാറുകയാണ്. VD സതീശനല്ല, VD സതീശനും ഇദ്ദേഹവും തമ്മിലുള്ള ഇടപാടുകൾ അറിയാലോ. വാക്കുകൾക്ക് യാതൊരു സ്ഥിരതയും ഇല്ലല്ലോ PV അൻവർ എന്ന എലമെൻറ്റിന്. ഈ കള്ളപ്പണക്കാരുടെയും കള്ളത്തരത്തിൻ്റെയൊക്കെ ഒരു സ്വഭാവം തന്നെ വാക്കുകൾക്കും, കള്ളവാക്കുകൾ. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് VD സതീശനെതിരായിട്ട് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് പിന്നെ പറഞ്ഞു പരസ്യമായി മാപ്പ് പറയാനും യാതൊരു മടിയില്ല. പിന്നെയും പറഞ്ഞു VD സതീശനാണ് കുഴപ്പക്കാരൻ, KC വേണുഗോപാലന്റെ സ്വന്തം ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോ എന്തിനാ വീട്ടിൽ പോകുന്നത്? ആര്? EDയുടെ കേസ് വേറെയാണ് സാർ. EDയുടെ കേസ് എന്താന്ന് വെച്ചാൽ ED ചെല്ലുമ്പോ അത് P ശശി അയച്ചതാന്ന് പറയാൻ പറ്റില്ല. അത് പറ്റില്ല. ED കേന്ദ്രമല്ലേ. ED അയച്ചത് എന്തിനാ കാര്യം എന്ന് വെച്ചാൽ, ഇദ്ദേഹം ഒരേ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ ശിങ്കിടിയായ, ഇദ്ദേഹത്തിന്റെ പാർട്ട്ണറായ ഒരാളും കോടികളെ, എനിക്ക് തോന്നുന്നു 20 കോടിയോ മറ്റോ ലോൺ എടുക്കുന്നു. രണ്ടുപേരും എടുക്കുന്നു ഒരേ ഈട് വെച്ചിട്ട്. അതാണ് കേസ്. യാതൊരു തെളിവില്ലാതെ ED പോയത്. ഒറിജിനൽ കൊടുക്കണ്ടേ?
എനിക്കറിഞ്ഞൂടാ എങ്ങനെ സംഭവിച്ചെന്നറിയില്ല, ഏതായാലും സംഭവിച്ചിരിക്കുന്നു, അതാണ് കേസ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇ ഡി ചെയ്യുന്നത്. ചെന്നതിൻ്റെ പിന്നിൽ ഇതിൻ്റെയൊക്കെ ആളുണ്ട് സാർ. ഇദ്ദേഹം ദ്രോഹിച്ച ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഒരു മുരുകേഷ് നരേന്ദ്രേട്ടൻ, അവിടുത്തെ അറിയാലോ, അദ്ദേഹം അവിടെ ഈ പൂക്കോട്ടുംപാടത്ത് അദ്ദേഹത്തിന് പരമ്പരാഗതമായി അവർ അധ്വാനിച്ചുണ്ടാക്കിയ എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിൽ ഇവരുടെ കുടുംബ വഴക്കിൽ ഇയാൾ കക്ഷി ചേർന്നിട്ട് ഒരാവശ്യമില്ലാതെ അവിടെ കയറി വഴക്കുണ്ടാക്കുകയും ആളെ കൂട്ടുകയും അത് പിടിച്ചെടുക്കുകയും നയാ പൈസ മുടക്കില്ലാതെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തതിൻ്റെ കേസുണ്ട്. അപ്പോൾ ആ മുരുകേഷ് നരേന്ദ്രനാണ് ഇതിൽ കക്ഷി. അദ്ദേഹമാണ് ഇ ഡിക്ക് കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്. അങ്ങനെയാണ് വന്നത്. അങ്ങനെ അന്വേഷിക്കാൻ ഒരുപാട് പേരുണ്ട് ഇദ്ദേഹത്തിനെതിരെയുള്ള. അപ്പോൾ എന്തായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോൾ അദ്ദേഹം പറയുന്നത് വി ഡി സതീശൻ നല്ലൊരു മനുഷ്യനാണ്, കോൺഗ്രസ്സിലെ മറ്റു നേതാക്കന്മാരൊക്കെ കൊള്ളാം, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 2 MLA-മാരാണ് എൻ്റെ ശത്രുക്കൾ എന്നാ. അതാരാ? ഒന്ന് ആര്യാടൻ ചൗക്കത്താണ്, ഒന്ന് AP അനിൽകുമാറാണ്. നേരത്തെ പറഞ്ഞിരുന്നത് AP അനിൽകുമാർ എൻ്റെ കൂടെയാണ്, ഇപ്പോൾ 2 പേരും ശത്രുവാണെന്നത്രേ. ഇപ്പോൾ VS ജോയിയെക്കുറിച്ച് ഇയാൾ ഇതുപോലെ തന്നെ VS ജോയി കൊരങ്ങനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നു പണ്ട് ഇദ്ദേഹം. ഇവർ തമ്മിലും നല്ല നിലയിലായിരുന്നില്ല. പക്ഷേ ആവശ്യം വന്നപ്പോൾ VS ജോയിയെ നന്നാക്കി ഉപയോഗിക്കുകയാണ് ചെയ്തത്. ലേറ്റസ്റ്റ് എപ്പിസോഡാണ് സാറ് നേരത്തെ പറഞ്ഞത്. ലേറ്റസ്റ്റ് എപ്പിസോഡ് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം ലീഗുകാർ ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല, കാട്ടുകള്ളന്മാരാണ്. എന്താ കാര്യം എന്നറിയോ? ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അൻവർ ഒന്നുമല്ലാത്ത എടുക്കാത്തൊരു നാണയമായി തീർന്നു. ഇപ്പോൾ ഒടുവിൽ എന്താ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ലീഗിൻ്റെ സഹായത്തോടെ കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ള ഒരു നയവുമായിട്ട് ഇറങ്ങി. ഇവിടെ നിലമ്പൂർ മണ്ഡലത്തിലെങ്കിലും അതിന് ലീഗിനെ കിട്ടിയില്ല. ഇതിലേക്ക് കിട്ടാതിരുന്നപ്പോൾ ഇനി ഞാൻ ലീഗിൻ്റെ കുറേ ബോംബ് പൊട്ടിക്കും, എൻ്റെ കയ്യിലുണ്ട് സാധനങ്ങൾ, ഇവരൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും, ഇവർക്കൊന്നും പിന്നെ പുറത്തിറങ്ങി രാഷ്ട്രീയത്തിൽ ഐസ്ക്രീം കേസ് വരെ കണ്ടവരാണ് അവർ. ലീഗുകാരോടാണല്ലോ അപ്പോൾ ഈ കളി. ഐസ്ക്രീം കേസ് പോലെ ഒരു കേസ് ഇനി കേരളത്തിൽ ആരാ നേരിടാൻ? അപ്പോൾ അതൊക്കെ നേരിട്ട് വന്നൊരു പാർട്ടിയോടാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ഒടുവിലത്തെ ചിത്രം ഇതാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ലീഗിനെതിരായി തിരിയുന്നുണ്ട്. അപ്പോൾ ലീഗിനെ കൂടി ടാർണിഷ് ചെയ്തു. ഈ കോൺഗ്രസിനെയും ലീഗിനെയും ഒരുപോലെ അറ്റാക്ക് ചെയ്യുന്നു. ആർക്ക് അനുകൂലമായിട്ടാണ്? അതിൻ്റെ ഗുണം ആർക്കാ കിട്ടുക? മണ്ടത്തരം കാണിക്കുന്നതിന് അതിര് വേണ്ട. അതിൻ്റെ ഗുണം LDF-നല്ലേ കിട്ടുക? ഇദ്ദേഹം ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ആരെ വോട്ട് ആണ് ഇപ്പോൾ ഈ 20,000 വോട്ട് അദ്ദേഹം പിടിച്ചത്? തലക്കകത്ത് ആൾപ്പാർപ്പില്ലാത്തത് കൊണ്ട് മാത്രം ഒടുവിൽ ആ കൂട്ടത്തിൽ ഒന്നുകൂടി വന്നു. ഇദ്ദേഹത്തിൻ്റെ ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിലമ്പൂരിലെ എടക്കര നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇയാൾ നിർത്തുന്നുണ്ട്. ആ സ്ഥാനാർത്ഥികൾക്ക് ഒരു കാരണവശാലും ഈ പൂവും പുല്ലും ഉണ്ടല്ലോ, പുല്ലും പൂവുമാണല്ലോ തൃണമൂലിൻ്റെ ചിഹ്നം, അത് അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൽക്കത്തയിൽ നിന്ന് കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷന് നോട്ടീസും കിട്ടിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചാണ് ഇദ്ദേഹത്തെ ഇനി അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് PV അൻവറാണ് ഇതിൻ്റെ കൺവീനറെങ്കിൽ വേറൊരു കമ്മിറ്റി ഇല്ല. ഇതാണ് തൃണമൂൽ കോൺഗ്രസ് എങ്കിൽ പരമ്പരാഗതമായി കുറച്ച് തൃണമൂൽ CG ഉണ്ണിയെ പോലുള്ള നേതാക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ തന്നെ പാർട്ടിയുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു. അപ്പോൾ എന്തുകൊണ്ടായി? തൃണമൂൽ സ്വയം ഇല്ലാതായി. അൻവറിനെ കേന്ദ്ര തൃണമൂൽ പുറത്താക്കുകയും ചെയ്തു. ലീഗും അൻവറിനെ തള്ളിക്കളഞ്ഞു. കോൺഗ്രസിൻ്റെ മുഴുവൻ സമ്പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. PV അൻവർ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് എന്നേക്കുമായി, പക്ഷേ ആ രാഷ്ട്രീയ സംസ്കാരം എന്നോ അവസാനിക്കും. അദ്ദേഹത്തിന് രാഷ്ട്രീയമായി രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഞാൻ കാണുന്നുള്ളൂ. എന്താണ്? ഫോർവേഡ് ബ്ലോക്ക് ചെയ്യുക. കാരണം അയാൾ മാത്രമുള്ള അല്ലേ, ഇപ്പൊ എവിടെയോ കുറച്ച് ദേവരാജനും കൂടി ഉണ്ടല്ലേ, അപ്പൊ 2 പേരെങ്കിലും ഉള്ള ഒരു പാർട്ടിയിൽ അദ്ദേഹത്തിന് ചേരുന്നതായിരിക്കും നന്നാവുക. ഇപ്പൊ എന്തായാലും ഒരു കാവ്യനീതി ഉണ്ട് സാർ. ഇദ്ദേഹം ദ്രോഹിച്ച ഒരുപടി മനുഷ്യരുണ്ട് അനാവശ്യമായിട്ട്. ഇദ്ദേഹം ഒരു നയാ പൈസ മുടക്കാതെ പിടിച്ചെടുത്ത കുറേ സ്വത്തുക്കളുണ്ട്. ഇദ്ദേഹം പ്രകൃതിക്ക് വരുത്തിയ വലിയ നാശങ്ങളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഗുണ്ടായിസം കൊണ്ട് കൊല്ലപ്പെട്ട മനുഷ്യരുണ്ട്. അൻവറിനെ തിരിച്ചു വിളിക്കുന്നു. കറക്റ്റാണ്. ഒരു പക്ഷേ അതായിരിക്കും ഏറ്റവും ശരിയായ. അതാണ് ഈ മണ്ണിനടിയിൽ പൂണ്ടുകിടക്കുന്ന സ്വർണ്ണഖനികളുണ്ടല്ലോ, ഒരിക്കലും കേരളത്തിലേക്ക് തിരിച്ചു വരാത്ത വിധം വല്ല ആഫ്രിക്കൻ കാടുകളിലും പോയിട്ട് ഖനനം നടത്തി ജീവിക്കുകയായിരിക്കും ഇനി അൻവറിന് നല്ലത്. ഗതികെട്ട ജന്മമായി അൻവർ മാറിയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.